KSRTCയിൽ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്ത രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. KSRTCയെ കരകയറ്റിക്കൊണ്ടുവരികയാണ്, വഴിയെ പോകുന്നവർക്ക് അത് കൊടുക്കാം ഇത് കൊടുക്കാം എന്നൊക്കെ പറയാം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതുഖജനാവിലെ തുക ധൂർത്തടിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയാണെന്ന് കെ.ബി. ഗണേഷ് കുമാർ വിമർശിച്ചു. നഷ്ടമില്ലാതെ എല്ലാ യൂണിറ്റുകളും നടത്തിയുമൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് KSRTC ജീവനക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. വഴിയെ പോകുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞ് അത് കൊടുക്കാം ഇത് കൊടുക്കാമെന്ന് പറയാമെന്നുണ്ടായത് ഇത് ഒരു 2 മാസം ഈ പറയുന്ന ആനുകൂല്യം നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ KSRTCന് ശമ്പളം ഉണ്ടാവില്ല, KSRTC ഉണ്ടാവില്ല. KSRTCയുടെ സ്ഥിതി എനിക്കറിയാവുന്നതൊക്കെ അവർക്കറിയത്തില്ല. വെളിയിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറയാം, കർണാടകത്തിൽ എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയി എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുത്തു സ്ത്രീകൾക്കെല്ലാം. ഇപ്പോൾ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അടുത്ത നഷ്ടത്തിലും പ്രതിസന്ധിയിലും 1600 രൂപ 2000 രൂപയാക്കി കൊടുത്തതെന്ന് പറഞ്ഞ് പിണറായി സർക്കാർ കൈക്കൂലി കൊടുത്തെന്നാണ് ജനങ്ങൾക്ക്. അതേ അഭിപ്രായമല്ലേ 3000 ആക്കി കൊടുക്കാമെന്ന് പറയുന്നത്. ഷമീർ അബ്ദുൾ ഉണ്ട് വിവരങ്ങളുമായി. ഷമീർ, ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇതിപ്പോൾ ഗണേഷ് കുമാർ ഇത് പറയുമ്പോൾ അതിനടുത്തറിയാവുന്ന ആൾ എന്ന നിലയിലും അതിനെ കരകയറ്റിക്കൊണ്ടുവരുന്ന KSRTCയെ മികച്ച നിലയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിലുമുള്ള വിമർശനമായി കൂടി ഇതിനെ കാണേണ്ടി വരും. എന്തൊക്കെ വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ UDFന്റെ പുതിയുഗ യാത്രയുടെ സമാപന വേദിയിൽ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പ്രഖ്യാപിച്ചത്. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഉണ്ടാകുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. എന്നാൽ മന്ത്രി പറയുന്നത് KSRTC ഇപ്പോഴും ലാഭത്തിലായിട്ടില്ല, അതിനെ ഒന്ന് കരകയറ്റി കൊണ്ടുവരുമ്പോഴാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതുഖജനാവിലെ തുക ദൂർത്തടിക്കാനുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ UDFന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. സമാനമായി കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ അവിടെ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചു. പക്ഷേ അത് 2 മാസത്തിൽ കൂടുതൽ അത്തരം യാത്ര കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കർണാടക KSRTC അത് നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾക്കായി ഇത്തരം വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനം ഉണ്ടാകരുത്. KSRTCയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ, അതായത് സൗജന്യ യാത്ര നൽകുകയാണെങ്കിൽ 2 മാസം കൊണ്ട് പിന്നീട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതാവും, KSRTC അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞു വെച്ചത്. ശരി ഷമീർ അബ്ദുൾ, വ്യക്തമാണ്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ വാക്കുകളാണ്, അതിന്റെ വിശദാംശങ്ങളാണ് ഷമീർ പങ്കുവച്ചത്.